ഏവർക്കും വീണ്ടുവരുന്നതിനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊള്ളുന്നു. ഓഗസ്റ്റ് മാസം ദൈവം എനിക്ക് തന്നിരിക്കുന്ന വചനവുമായി നിങ്ങളോട് ഇപ്പം കടന്നു വരുവാൻ ദൈവം തന്ന കൃപയ്ക്കായി സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 41:52 ആ വാക്യം. ഉൽപ്പത്തി പുസ്തകം 41:52. സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് അവൻ രണ്ടാമത്തവന് എഫ്രൈം എന്ന് പേരിട്ടു. സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു. അപ്പം ഇത് യോസേഫിനെ പറ്റിയ വായിക്കും. യോസേഫ് പറയുന്ന ചില കാര്യങ്ങളാണ് നമ്മളത്. യോസേഫ് അവന് രണ്ടാമത്തെ മകനുണ്ടായപ്പം പേരിട്ടതിനെ കുറിച്ചാണ് നമ്മളവിടെ വായിക്കുന്നത്. ഈ യോസേഫിനെ പറ്റി ഒരു ഫ്യൂ സെന്റൻസ് ഞാൻ പറയാം. യാക്കോബിന്റെ മകനായിരുന്നു യോസേഫ്. യാക്കോബിന്റെ ഇഷ്ടപുത്രനായിരുന്നു ഈ യോസേഫ്. അതിനാൽ അവനൊരു വലിയ നിലയങ്കി അവൻ തയ്പ്പിച്ചു കൊടുത്തു. ബാക്കി മറ്റു മക്കളെക്കാളും ഇവനെ കൂടുതൽ സ്നേഹിച്ചു. ഇവൻ ചില സ്വപ്നങ്ങളൊക്കെ കണ്ടതുകൊണ്ട് അവന് സ്വപ്നക്കാരൻ്റെ പേരിട്ടു. അവൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾക്ക് ഒരു കുഞ്ഞിന് എക്സ്ട്രാ ഒരു സ്പെഷ്യലായിട്ട് നമ്മൾ കാണിച്ചു മറ്റുള്ള കുഞ്ഞുങ്ങളുടെ ഉള്ളത്തിൽ വന്ന് ചെറിയൊരു അസൂയ കയറുന്നു. അപ്പം അതുപോലെ ഈ സഹോദരന്മാരുടെ ഇടയിൽ ഒരു വലിയ അസൂയ ഇതുമൂലമുണ്ടായി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇവൻ വീട്ടിലുണ്ട്. മറ്റുള്ളവരെല്ലാം ഈ ഷേഖേമിലേക്ക് പോയിരിക്കും, മറ്റു സഹോദരന്മാർ. അപ്പം പറഞ്ഞു, നീ ഈ തന്നിരിക്കുന്ന ഭക്ഷണ സാധനവുമായിട്ട് നീ അങ്ങോട്ട് പോയി അവരെ പോയി കണ്ടു കൊടുത്തിട്ട് വരാൻ പറഞ്ഞു. ഇവൻ അങ്ങനെ ഹോരേബിൽ നിന്ന് ഷേഖേമിലേക്ക് പോയി. അവിടെ കണ്ടില്ല. പറഞ്ഞു ദോതാനിലുണ്ട്. അവൻ അങ്ങനെ ദോതാനിലേക്ക് ഇവരെ കാണാനായിട്ട് പോകുന്നു. അവരെ ദൂരെ വെച്ച് കണ്ടപ്പോഴേ ഇവർ പറഞ്ഞു, സ്വപ്നക്കാരൻ ദായിക വരുന്നു. അങ്ങനെ ഇവനെ കൊല്ലാനുള്ള ശ്രമം ഇവരുടെ ഇടയിൽ കണ്ടപ്പോൾ രൂപേൻ മൂത്തവൻ പറഞ്ഞു, ഒരിക്കലും അവനെ കൊല്ലരുത്, പൊട്ട കണ്ടി തള്ളിയിട്ടേക്കാന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ആ അസൂയ നിമിത്തം ഇവനെ ഇനി വേണ്ട എന്നുള്ള ആ ഒരു ചിന്തയിൽ ഇവനെ കൊണ്ട് പൊട്ടക്കണ്ട് വിട്ട്. അപ്പോൾ അവിടെ മിദ്യാന്യ കച്ചവടക്കാരതൊരു വന്നു 20 വെള്ളിക്കാശിന് ഇവനെ വിറ്റു. ഇവനെ കൊണ്ട് മിസ്രൈമിലേക്ക് ഇവർ പോയി. അവിടെ ആ അടിമ ചന്തയിൽ ഒരു ഫറവോന്റെ ഉദ്യോഗസ്ഥനായിരുന്ന പോത്തിഫേറിനെ വില കൊടുത്തു വാങ്ങി ഇവന്റെ വീട്ടിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് ഇവനിപ്പം ഒരു അടിമയായിട്ട് ആ വീട്ടിൽ ചെന്നിരിക്കും. ജോലികളൊക്കെ ചെയ്യുമ്പോഴും എല്ലാം വലിയൊരു വ്യത്യാസം ആ ഭവനത്തിൽ ഉണ്ടാവാനിടയായി. ആ ഭവനം ഒരു ദൈവ പൈതൽ ഒരു ഭവനത്തിൽ കയറി ചെന്നപ്പോൾ ആ ഒരു അനുഗ്രഹങ്ങളെല്ലാം ഈ കുടുംബത്തിൽ വരാൻ അവനപ്പോൾ മനസ്സിലായി, ഇവനിൽ എന്തോ ഒരു അനുഗ്രഹമുണ്ട്. അങ്ങനെ ഇവനെ ആ ഭവനത്തിൻ്റെ ഗ്രഹവിചാരകനാക്കി. ആ ഗ്രഹവിചാരകനാക്കി അടിമ വന്ന് ഇപ്പോൾ ഗ്രഹവിചാരകനായി. ഈ ഗ്രഹവിചാരകനായപ്പോഴത്തേക്കും പിന്നെയും പിശാചിന് അടങ്ങത്തില്ല. പിശാച് വേറൊരു തന്ത്രം ഉപയോഗിച്ചു. ഇവനെ വന്ന് ഈ പോത്തിഫേറിൻ്റെ ഭാര്യ വന്ന് ഇവനോട് കൂടെ വരാനായിട്ട് അവനെ വിളിക്കുകയാണ്. അപ്പോൾ അവനെ പാപം ചെയ്യാനായിട്ട് ഒരിക്കലും വഴങ്ങി കൊടുത്തില്ല. ഒരു പരിശുദ്ധത്തിന് വേണ്ടി നിൽക്കുന്നവന് വന്ന് വീണ്ടും ഒരു ശിക്ഷയാണ് ഉണ്ടായത്. എന്തായി? അവനെ വന്ന് വീണ്ടും കാരാഗ്രഹത്തിൽ തള്ളിയിട്ടു. കാരാഗ്രഹത്തിൽ പോയി. അവിടെ കാരാഗ്രഹ പ്രമാണി ഇവനോട് വലിയ ദയവ് കാണിച്ചു. അങ്ങനെ അവിടെയും വന്ന് ഒരു ഉന്നത എല്ലാവരുടെ ഇടയിൽ അവൻ വലിയവനായി. അങ്ങനെ ഇരിക്കുമ്പോൾ രാജാവിൻ്റെ പാനപാത്രവാഹനം അപ്പക്കാരനും രണ്ടുപേരും ഇതേ കാരാഗ്രഹത്തിൽ കൊണ്ടുവരാനിടയായി. ഈ ദൈവം ഇവൻ്റെ കൂടെ ഇരുന്നതിനാൽ ഇവൻ എന്ത് ചെയ്തു? എപ്പോഴും ദൈവത്തോട് ഒരു അടുപ്പം എപ്പോഴും ഇവൻ്റെ അടുത്തുണ്ട്. അവൻ്റെ മൈൻഡ് വന്ന് എപ്പോഴും ദൈവത്തോട് ചേർന്നിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർ രണ്ടുപേരും കണ്ട് സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കാൻ ഇവരുടെ അടുത്ത് വന്നു. അപ്പോൾ അതിൽ പാനപാത്രവാഹനം പറഞ്ഞ അതേ സ്വപ്നം നിറവേറി. രണ്ടുപേരോടും പറഞ്ഞത് നിറവേറി. പാനപാത്രം ജീവനോടെ എന്നെ മറന്നു കളയരുത്, ഞാനൊരു കുറ്റവും ചെയ്യാതെ ഇവിടെ വന്ന് വീഴപ്പെട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷെ ഈ ഇവനും ആ രാജ്യസ്ഥാനത്ത് തിരികെ ചെന്ന് കഴിഞ്ഞിട്ട് അവൻ വന്ന് ഈ യോസേഫിനെ മറന്നു കളയും. അപ്പോൾ മനുഷ്യരെല്ലാം ചില നന്മകൾ നമ്മളിന്ന് പ്രാപിച്ചാലും ചില സമയങ്ങളിൽ അവർ മറക്കരുതെന്ന് നമ്മൾ പറഞ്ഞാലും അവർ മറന്നു പോകും. എന്നാലും ദൈവം അവനെ മറന്നില്ല. അവിടെ മനുഷ്യർ മറന്നാലും ദൈവം മറക്കാത്തൊരു ദൈവമാണ്. ആ ദൈവം 2 വർഷത്തിന് ശേഷം വീണ്ടും അതേ ഫറവോന്റെ ഉള്ളത്തിൽ ഒരു സ്വപ്നത്തെ കൊടുത്തു. ആ സ്വപ്നം വ്യാഖ്യാനിക്കാനായിട്ട് ആളുകളെ തേടി നടക്കുന്നു. ആരാധനയ്ക്ക് കഴിയത്തില്ല. അപ്പോഴേ ഈ പാനപാത്രൻ്റെ ഉള്ളത്തിൽ ദൈവം ഇങ്ങനെ ഒരു ഓർമ്മ കൊടുത്തത്. അയ്യോ, കാരാഗ്രഹത്തിൽ ഒരു യോസേഫ് എന്ന് പറഞ്ഞൊരു ദൈവമനുഷ്യനുണ്ടായിരുന്നു, അവന് ഇത് വ്യാഖ്യാനിക്കാൻ കഴിയുമല്ലോ, അവനെ കൊണ്ടുവരാൻ പറഞ്ഞു. അവനെ കൊണ്ടുവന്ന് രാജസന്നിധിയെ കൊണ്ടുവന്നു. സ്വപ്നത്തെ പറഞ്ഞു കൊടുത്തു. സ്വപ്നം വ്യാഖ്യാനിച്ചു.
വ്യാഖ്യാനിച്ചും കൊടുത്തു. സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോഴത്തേക്ക് അവൻ അത് ചെയ്തതെല്ലാം പറഞ്ഞും കൊടുത്തു. അപ്പോൾ പറഞ്ഞു, ഇത്രയൊരു വെളിപ്പാട് നിനക്ക് എവിടുന്ന് കിട്ടി? എവിടുന്ന് നിനക്ക് ഇങ്ങനെ ഒരു ബുദ്ധിയെ, ജ്ഞാനത്തെ എവിടുന്ന് ദൈവം കൊടുത്തതാണെന്ന് അവന് മനസ്സിലായി. അങ്ങനെ ഇവന് വലിയ താല്പര്യം തോന്നി. ഇവനെ വന്ന് രാജധാനിയിൽ ഇവനെ ഫറവോൻ്റെ അടുത്ത് 2ാമത്തെ പോസ്റ്റിലോട്ട് അവനെ ആക്കി വെച്ചു. അവിടെ നിന്ന് അവന് അപ്പം 17ാമത്തെ വയസ്സിൽ അവന് വന്ന് ഈ പൊട്ടക്കണറ്റ് വിടപ്പെട്ടുണ്ട്. 30ാമത്തെ വയസ്സിൽ ഇവിടെ എത്തിയപ്പോൾ ഏകദേശം 13 വർഷക്കാലം അവനൊരു സങ്കടങ്ങളുടെ ഒരു പീരീഡ് ഇസ്രായേലിൽ ഉണ്ടായി. എന്നാൽ ഇതിന് ശേഷം ഈ സമൃദ്ധിയുടെ 7 വർഷം, ആ സ്വപ്നത്തിൽ പറഞ്ഞ് 7 വർഷം സമൃദ്ധി, 7 വർഷം ക്ഷാമവും എന്നാണ് പറയുന്നത്. ഈ 7 വർഷത്തെ സമൃദ്ധിയുടെ സമയത്ത് ഇവന് ഈ ഫറവോൻ വന്ന് പേര് കൊടുത്തു സാപ്നത്ത് പനീർ. അവനൊരു വിവാഹം ചെയ്തു കൊടുത്തു. ഓനിലെ പുരോഹിതനായ പോത്തിഫേറിൻ്റെ മകനെ ഇവന് വിവാഹം ചെയ്തു കൊടുത്തു ആ സ്ഥലത്ത്. അപ്പോൾ ഇവരുടെ വിവാഹം കഴിഞ്ഞു. അത് 2 ആൺമക്കളുണ്ടായി. അതിനകത്ത് മൂത്തവന് എൻ്റെ എല്ലാ കഷ്ടതയും പിതൃഭവനത്തെയും ദൈവം മറക്കുമറാക്കി എന്ന് പറഞ്ഞാൽ മൂത്തവന് മനശ്ശെ എന്ന് പേരിട്ടു. 2ാമത്തവൻ സങ്കട ദേശത്തിനെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് അവന് വന്ന് എഫ്രൈം എന്ന് പേര്. അതാണ് നമ്മളിവിടെ വായിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ യോസേഫിൻ്റെ ജീവിതത്തിൽ എന്ത് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നു? യോസേഫ് വളരെ വാഗ്ദത്തങ്ങളുള്ളവനായിരുന്നു. വളരെ ഹമ്പിളായിട്ട് അവൻ്റെ പിതാവിനെ അനുസരിച്ച് അവൻ ദൈവ ഭയമുള്ളവനായി പാപത്തെ വിട്ടൊഴിഞ്ഞ് അവൻ ജീവിച്ചു. അപ്പോൾ എന്തു പറ്റി? അവന് ഇരുന്ന എല്ലാ നിഷ്കളങ്കതയിനാൽ അവൻ വന്ന് അവൻ്റെ സ്വപ്നങ്ങളൊക്കെ പറഞ്ഞ് സഹോദരങ്ങൾ കുടുംബത്തിലായി അത് പറഞ്ഞപ്പോഴത്തേക്ക് അവൻ്റെയോട് എതിർത്ത് ഒരു അസൂയ അവിടെ ഉണ്ടാവാനിടയായി. ഈ അസൂയ എന്ത് ചെയ്തു? ഇവൻ്റെ വാഗ്ദത്തത്തെ തന്നെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുമ്പോൾ ഇവനെ കൂടെ ഇല്ലാതാക്കി കളഞ്ഞ വാഗ്ദത്തം നിറവേറത്തില്ല. അതിനായിട്ട് പിശാച് വളരെ ശ്രമിച്ചു. അങ്ങനെ ഇവനെ കൊണ്ടുവന്ന് കൊല്ലാൻ ശ്രമിക്കുന്നിടത്തും പൊട്ടക്കിണറ്റിലെത്തി. അവിടെ ഒരു ദൈവത്തിന് കരുണ തോന്നിയ അവിടുന്ന് ഇസ്രായേലിനെ കച്ചവടക്കാരെ കൊണ്ടുപോയി അവിടെ വന്ന് അടിമച്ചന്തയിൽ നിന്ന് ഒരു അടിമ എന്നുള്ള വേഷത്തിൽ നിന്ന് അവനെ വന്ന് ഒരു ഉയർന്ന ഗ്രഹവിചാരകനാക്കി. അങ്ങനെ പടിപടി ഉയരുകയും അതേപോലെ ഒരു താഴ്ച അവൻ്റെ ജീവിതത്തിൽ കാരാഗ്രഹം വന്നപ്പോഴും ദൈവം അവനെ കൈവിട്ടില്ല. അവനും ദൈവത്തെ കൈവിട്ടില്ല. ഏത് കഷ്ടതയുടെ നേരത്തിലും നമ്മൾ ദൈവത്തെ കൈവിടാതിരുന്ന നമ്മളെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നമ്മളോട് വിശ്വസ്തത കാണിക്കും. നമ്മൾ അവിശ്വസ്തരായിരുന്നാലും ദൈവം നമ്മളോട് വിശ്വസ്തത കാണിക്കും. അവൻ്റെ സഹോദരന്മാരിവനെ അസൂയിനാൽ ഇത്രയും ഇട്ട് കഷ്ടപ്പെടുത്തി. അതെല്ലാം ഇസ്രായേലിൽ നടന്ന കഷ്ടതകളാണ്. അതെല്ലാം മറക്കാൻ അവനെ കൊണ്ട് കഴിയത്തില്ല. അപ്പോഴാ ദൈവം അവനൊരു ആ ഒരു സന്തോഷത്തെ അവന് കൊടുക്കുന്നത്, അവൻ്റെ ജീവിതത്തിൽ കൊടുക്കുന്ന ഒരു സന്തോഷമാണ് ഈ 2 കുഞ്ഞുങ്ങൾ. അത് കാണുമ്പോൾ തന്നെ അവൻ പേരിട്ടു, എൻ്റെ എല്ലാ പിതൃഭവനത്തെ എൻ്റെ കഷ്ടത എല്ലാം മറക്കുമാറാക്കി ദൈവം. അതെല്ലാം മറന്നു അതിന് മനശ്ശേന് പേരിട്ടു. എല്ലാം മറന്നതിന് ശേഷം അവൻ പറയുന്നത് സങ്കടദേശത്തിനെ വർദ്ധിപ്പിച്ചു. അവിടെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് 2ാമതൊരു മകനെ എഫ്രൈമിനെ കൊടുത്തു. എഫ്രൈം വേറെ നമ്മൾ വായിക്കുന്ന ഫസ്റ്റ് ബോൺ. ഗോഡിൻ്റെ ഇതിൽ അവൻ വന്നൊരു ഫസ്റ്റ് ബോൺ ആയിരുന്നു. യാക്കോബ് വന്ന് അനുഗ്രഹിക്കുമ്പോഴും കൈ പിണച്ചു വെച്ച് അനുഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. അപ്പം മനശ്ശെ മൂത്തവനായിരുന്നെങ്കിലും മൂത്തവൻ്റെ അനുഗ്രഹം കിട്ടിയത് എഫ്രൈമിനാണ്. എല്ലായിടത്തും അവനെ എന്ത് കാരണം? സങ്കടദേശത്ത് അവനെ വർദ്ധിപ്പിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹം നമ്മളിൽ നിന്ന് പലതരത്തിലെ ചില കഷ്ടങ്ങൾ, സങ്കടങ്ങൾ പല ഇടങ്ങളിലും നമ്മൾ അനുഭവിക്കുന്നുണ്ടായിരിക്കും. അവിടെ എല്ലാം നമ്മൾ ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുമ്പോൾ നമ്മുടെ ആത്മീയത്തിന് ഉയർച്ചയുണ്ടാകും. നമ്മുടെ ആരോഗ്യത്തിൽ വളരെ മാറ്റങ്ങൾ ദൈവം തരും. അതുപോലെ നമ്മളുടെ സമ്പത്ത് പലതരത്തിലും ദൈവം അവനെ യോസേഫിനെ അനുഗ്രഹിച്ചു. അവന് സന്താനത്തെ കൊടുത്ത് അനുഗ്രഹിച്ചു. അവന് ഒന്നിനും കുറവില്ലാതെ ദൈവം ആ ദേശത്ത് അവനെ അനുഗ്രഹിച്ചു. ഇതും പോരാ, ദൈവം പറഞ്ഞ് എല്ലാ സ്വപ്നങ്ങളും അവന് കൊടുത്തിരുന്ന സ്വപ്നങ്ങളെല്ലാം ദൈവം നിറവേറ്റി കൊടുത്തു. ആ സ്വപ്നങ്ങളല്ല ഈ കറ്റകൾ എഴുന്നേറ്റ് നിന്ന് അവനെ വണങ്ങുന്നത്. അപ്പോൾ അവൻ്റെ അപ്പനും അമ്മയും എല്ലാ സഹോദരങ്ങൾ അവനെ നിന്ന് വണങ്ങി. ആ ക്ഷാമകാലത്ത് ഈ കുടുംബത്തെ, ഈ ദേശത്തെ പോഷിപ്പിക്കാനായിട്ട് യോസേഫിനെ മുന്നേ ദൈവം അവിടെ കൊണ്ടുപോയി. അതേപോലെ ഇന്ന് എന്നെ കേൾക്കുന്ന ഈ ശബ്ദം കേൾക്കുന്ന പല കുടുംബങ്ങളിൽ ഇങ്ങനെ ഉണ്ടായിരുന്നിരിക്കാം. പല
പലരുടെ ആ കുടുംബങ്ങളിൽ, അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥാനത്ത്, അല്ലെങ്കിൽ നമ്മളുടെ പല ഏരിയാസ് ഓഫ് ലൈഫ്, അവിടെ എല്ലാം അസൂയായിട്ട് നമ്മൾ വന്ന് ഭാരപ്പെട്ട് തളർന്നു പോകുമ്പോഴും നിരാശപ്പെട്ടു പോകാതെ ദൈവസന്ധി പ്രത്യാശയുള്ളവരായി, ദൈവം ഒരിക്കലും നമ്മളെ കൈവിട്ടിട്ടില്ലെന്നുള്ള പ്രത്യാശയോടും ധൈര്യത്തോടും ദൈവത്തെ മുറുകെ പിടിച്ചിരിക്കുമ്പോൾ ദൈവം നമ്മളെ അവിടെയും ഉയർത്തും. ആ ദേശത്ത് നമ്മളെ മാനിക്കും. ഏത് ദേശത്ത് നമ്മൾ കഷ്ടം അനുഭവിച്ചോ അതേ ദേശത്ത് നമ്മളെ വർദ്ധിപ്പിച്ച് മാനിക്കുന്ന ഒരു ദൈവമാണ് നമ്മൾ ആരാധിക്കുന്ന ദൈവം. ആ ദൈവം നിങ്ങളെ ധാരാളമായി മാസം അനുഗ്രഹിക്കട്ടെ. അതുപോലൊരു മാന്യത, അതുപോലൊരു അനുഗ്രഹം, ഒരു ഉയർച്ച നിങ്ങളെല്ലാവരുടെയും ജീവിതത്തിൽ കാണുവാൻ ദൈവം കൃപ ചെയ്യുമാറാകട്ടെ. പ്രാർത്ഥിക്കും. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, പരിശുദ്ധ പിതാവേ, ഈ കർത്താവേ മാസം ദൈവസന്നിധിയിൽ ആമേൻ ഹല്ലേലൂയ എല്ലാ ജനത്തെയും തന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കഴിഞ്ഞ മാസങ്ങളെല്ലാം ദൈവം അതിശയമായി നടത്തി. കൃപയ്ക്കായി സ്തോത്രം. ഇന്ന് തന്ന വചനത്തിനായി സ്തോത്രം. സങ്കടദേശത്ത് യോസേഫിനെ മാനിച്ചൊരു ദൈവം, ആ ദൈവം ഇന്നും വിശ്വസ്തനായി കൂടെ ഇരിക്കുക. സ്തോത്രം. ആമേൻ. പലരും കർത്താവേ, ഈ ശബ്ദത്തെ ശ്രവിക്കുന്ന പലരും ആമേൻ ഹല്ലേലൂയ പല തരത്തിലുള്ള സങ്കടങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ സ്വർഗത്തിലെ ദൈവം ആമേൻ ഒരു യോസേഫിനെ ഉയർത്തിയ ദൈവം അവരെ വർദ്ധിപ്പിക്കണമേ, മാനിക്കണമേ. അവരുടെ സമ്പത്തുകൾ നഷ്ടമായിടത്ത്, ആമേൻ അവരുടെ ആരോഗ്യം നഷ്ടമായിടത്ത്, അവരുടെ ആത്മീയം നഷ്ടമായിടത്ത്, ആമേൻ ഏതെല്ലാം തരത്തിൽ അവർ ഭാരപ്പെടുന്നുണ്ടോ കർത്താവേ ഹല്ലേലൂയ സമാധാനം നഷ്ടപ്പെട്ട ഇടത്തില് ആമേൻ എല്ലാ ഇടങ്ങളിലും കർത്താവേ ഹല്ലേലൂയ ഒരു വർധനവയെ ദൈവം കൊടുക്കണം, ഒരു ഉയർച്ചയെ ദൈവം കൊടുത്തവരെ മാനിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ പുതിയ മാസം അനുഗ്രഹത്തിന്റെ മാസമായി തീരട്ടെ. ആമേൻ. ആദ്യത്തെ ദിവസം തുടങ്ങി ഒടുവിലത്തെ ദിവസം വരെ ദൈവം കണ്ണും കൃഷ്ണമണി പോലെ കാത്തുള്ള എല്ലാ അനർത്ഥങ്ങളും വിലക്കി സൂക്ഷിക്കണമേ. ആമേൻ. നന്മകളാലും കൃപകളാലും അവരെ നിറയ്ക്കും. ആത്മീയവും ഭൗമികവുമായ എല്ലാ നന്മകളും കർത്താവെ ജനത്തിന്റെ മേൽ കൊടുക്കും. എല്ലാ കുടുംബങ്ങളിലും കർത്താവെ ഒരു ദൈവീയ സമാധാന സന്തോഷവും ഉണ്ടായിരിക്കണം. ആമേൻ. സ്തോത്രം. ദൈവത്തോട് അടുത്തിരിക്കുന്ന കുടുംബങ്ങളായി മാറ്റിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ. അവൻ എന്നോട് പറ്റിയിരിക്കുക, ഞാൻ അവനെ വിടുവിക്കും. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവെ, ഓരോരുത്തരും ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുവാൻ, ഏത് കഷ്ടതയുടെ നേരത്തിലും ദൈവത്തെ മുറുകെ പിടിക്കുവാൻ, പറ്റിച്ചേർന്നിരിക്കുവാൻ ദൈവം കൃപ ചെയ്യുമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഉന്നതികളിന്മേൽ നടക്കുമാറാക്കുന്ന ദൈവം കൂടെ ഇരുന്ന് സഹായിക്കും. ആത്മാവിന്റെ നിറവിൽ നിറയ്ക്കും. വരവിനായി ഒരുക്കും. യേശുമൂലം യാചിക്കുന്നു, കേട്ടത്ര നല്ല മരണം. ആമേൻ. God bless you.